ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന PSC കമ്മീഷൻ യോഗത്തിൽ 39ഓളം തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് യോഗ തീരുമാനമായിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ജൂൺ 1 ഗസറ്റിലായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ ലഭ്യമാവുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ വന്ന ശേഷം ജൂലൈ 3 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നോക്കാം. ആദ്യത്തത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള HSST കൊമേഴ്സിൻ്റെയാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് MCOM അതിൻ്റെ കൂടെ സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ HSST കൊമേഴ്സിൻ്റെത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 2017 ലാസ്റ്റ് ഈ പോസ്റ്റിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നത്. അപ്പം 20 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 45,600 മുതൽ 95,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇത് റിവൈസ്ഡ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അതായത് 2017 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന എക്സാമിലെ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ 140 അഡ്വൈസ് ആണ് ടോട്ടൽ ഇതുവരെ നടന്നിട്ടുള്ളത്. നമുക്കിനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് PSC തന്നിരിക്കുന്നത് നോക്കാം. ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്വാളിഫിക്കേഷനിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം ബേസിക് ക്വാളിഫിക്കേഷൻ PSC തന്നിരിക്കുന്നത് MCOM, അതിൻ്റെ കൂടെ B.Ed, പിന്നെ നെറ്റ് അല്ലെങ്കിൽ സെറ്റ്, ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇനി നിങ്ങൾക്ക് B.Ed ഇല്ലെങ്കിലും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം B.Ed ഇല്ലാതെയാണ് നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച ശേഷം 5 വർഷത്തിനുള്ളിൽ B.Ed ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയിരിക്കണമെന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ MCOM അതിൻ്റെ കൂടെ സെറ്റ് അല്ലെങ്കിൽ നെറ്റാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് B.Ed ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 2017 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അടിച്ച് ഞാൻ പറഞ്ഞു. 2021 ഇത് പ്രകാരം എക്സാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 19 മാർക്കായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്. അതുപോലെ 40 മാർക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിരുന്നത്. ഓർക്കുക, ഇതൊരു ഇൻ്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ ടെസ്റ്റിന് കിട്ടിയ മാർക്കാണ് ഈ 40 മാർക്ക് എന്ന് പറയുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റിന് കിട്ടിയ മാർക്ക് പ്ലസ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്ത ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. 784 കാൻഡിഡേറ്റ്സ് ആയിരുന്നു അന്ന് റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം ഇനി പുതിയൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോഴും ഒന്നെങ്കിൽ നിലവിലുള്ള വേക്കൻസിക്ക് ആനുപാതികമായിട്ടായിരിക്കാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക, അല്ലെങ്കിൽ കഴിഞ്ഞ അഡ്വൈസിൽ എത്ര പേർക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്, ടോട്ടൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് HSST കൊമേഴ്സിൻ്റെത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് നോട്ടിഫിക്കേഷൻ. 2013 ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പോൾ 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 39,300 മുതൽ 83,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇത് റിവൈസ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ B.Tech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതുമല്ല നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ MSc ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി MC ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് നമുക്ക് ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2017 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. നമുക്കറിയാം 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ അന്ന് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 57 മാർക്കായിരുന്നു. ഓർക്കുക, ഇതും ഇൻ്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ 69 മാർക്കായിരുന്നു അന്ന് ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ച മാർക്ക്. 54 കാൻഡിഡേറ്റ്സ് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞ തസ്തികയുടെ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾ വരും ദിവസങ്ങളിൽ ഈ പോസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്കിനി അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ നോക്കാം. അടുത്തത് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. ഓർക്കുക, ഇത് ഇലക്ട്രിക്കൽ വിങ്ങിലോട്ടാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ 40,800 മുതൽ 85,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ 19 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് B.Tech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ അവസരം നിങ്ങൾ പാഴാക്കാതെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം.
അടുത്തത് കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ളൊരു പോസ്റ്റാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്നാണ് ഈ തസ്തികയുടെ പേര് വരുന്നത്. 2013 ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ BA BSc BCom ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് 3 വർഷ ഡിഗ്രി ആയിരിക്കണം. അതിൻ്റെ കൂടെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. അതായത് പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ 3 വർഷ എക്സ്പീരിയൻസും പ്ലസ് BA BSc BCom ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2019 53 അഡ്വൈസാണ് ഈ തസ്തികയിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ളതാണ് നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം ട്രേഡ്സ്മാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ട്രേഡുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതുപോലെ തന്നെ വെൽഡിങ്, മെഷീനിസ്റ്റ്, ഈ പറഞ്ഞ 3 ട്രേഡിലോട്ടും ഇനിയിപ്പോൾ ഉടൻ തന്നെ ട്രേഡ്സ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം ലാസ്റ്റ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിലോട്ട് 2015 നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടായിരുന്നു സെലക്ഷൻ നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് സെലക്ഷൻ നടന്നിരുന്നത്. ഓക്കെ, അപ്പം 2015 ഈ നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിലെ ആയിരുന്നു. അപ്പോൾ 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കായിരുന്നു ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 26,500 രൂപ മുതൽ 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്രേഡ്സ്മാൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങൾക്ക് THSLC സർട്ടിഫിക്കറ്റ്, അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതുമല്ല, നിങ്ങൾക്ക് SSLC ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതുമല്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഈ ട്രേഡിലുള്ളെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് വെൽഡിങ്ങിലും വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് THSLC സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡിങ്, അല്ലെങ്കിൽ VHSC സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെയിം സ്കെയിൽ ഓഫ് പേ തന്നെ സെയിം തന്നെയാണ്. 26,500 മുതൽ 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. മെഷീനിസ്റ്റിനും ഈ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ട്രേഡ്സ്മാനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. അടുത്ത കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ അനലിസ്റ്റ് ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. 2017 ഈ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനിയും എന്താണ് നമുക്ക് ജൂനിയർ അനലിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ ഡിഗ്രി, അതിൻ്റെ കൂടെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തേക്കുന്ന കമ്പനികളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ 1 വർഷ എക്സ്പീരിയൻസും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് BSc കെമിസ്ട്രിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ അനലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.